ഒരാൾ തന്റെ മുസ്ലിമായ ഒരു സഹോദരന്റെ രോഗം സന്ദർശിക്കാൻ ചെന്നാൽ അവൻ ഇരിക്കുന്നത് വരെ സ്വർഗത്തിൽ കായ്ക്കനികളിലൂടെ നടക്കുകയാണ്. ഇരുന്നാൽ അനുഗ്രഹം അവനെ ആവരണം ചെയ്യുകയുണ്ടായി. അത് രാവിലെയാണെങ്കിൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കും. വൈകുന്നേരമാണെങ്കിൽ പ്രഭാതം വരെ 70,000 മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ രാവിലെ ഒരു രോഗിനെ കാണാൻ പോയാൽ വൈകുന്നേരം വരെ പ്രാർത്ഥിക്കും. വൈകുന്നേരം പോയാൽ പ്രഭാതം വരെ പ്രാർത്ഥന കിട്ടുന്ന നിബിധങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്. മറ്റൊന്ന് അബൂഹുറൈറ റിപ്പോർട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചാൽ ആകാശത്ത് നിന്ന് ഒരാൾ ഇപ്രകാരം വിളിച്ചു പറയും, നീ നല്ലത് ചെയ്തു, നിന്റെ നടത്തം ഗുണമായി ഭവിച്ചു, സ്വർഗത്തിൽ നീ ഒരു സ്ഥാനം സജ്ജമാക്കി. ഇതൊക്കെ പറയുമ്പോഴേ കഴിഞ്ഞ ഞായറാഴ്ച കുറേ ആളുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച 7 വയസ്സായ ഒരു കുട്ടിക്ക് കിഡ്നിക്ക് അസുഖമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്തു. 7 വയസ്സായ ഒരു പെൺകുട്ടിക്ക് കിഡ്നിക്ക് അസുഖമാണ്. അപ്പോൾ ഞാൻ ആ നമ്പറിൽ വിളിച്ച് അന്വേഷിച്ച് നോക്കിയപ്പോൾ അത് ഒരു മെഡിക്കൽ കോളേജിലാണുള്ളത്. വീട് ഇല്ല, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. മെഡിക്കൽ കോളേജിലാണുള്ളത്. അങ്ങനെ അവരൊന്ന് കാണാൻ വേണ്ടിയിട്ട് മിഞ്ഞാന്ന് വെള്ളിയാഴ്ച രാവിലെ സുബൈക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സുബൈക്ക് അടുത്താ അരിച്ചു. അങ്ങനെ 5:20 മെഡിക്കൽ കോളേജിൽ ഞാൻ എൻ്റെ പെണ്ണുങ്ങളെത്തിയപ്പോൾ അവിടെ ആ ജമാഅത്ത് പള്ളിയിൽ കയറി നിസ്കരിക്കാൻ വേണ്ടി കയറി. അത് കഴിഞ്ഞ് മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന രംഗം 3 വയസ്സായ ഒരു കുട്ടീൻ്റെ ഒരു കെട്ടുമ്പോൾ കിടക്കും. 3 മാസമായ കുട്ടി. അപ്പോൾ അതിനെല്ലാം അസുഖം. അതിൻ്റെ ഏട്ടത്തേക്ക് 7 വയസ്സായ കുട്ടീൻ്റെ അതിനുള്ളൊരു കുട്ടി വേറെ ഉണ്ട്, വാടകപ്പേരെ താമസിക്കാൻ ഇവിടെ ബുക്കിൽ ഞായറാഴ്ച ചെയ്ത് വെച്ചാണ്. ആ കുട്ടി 7 വയസ്സായ കുട്ടിക്ക് കിഡ്നി രണ്ടും പോയിട്ടുണ്ട്. ഒരു പെൺകുട്ടി 2ാം ക്ലാസ്സിലാണ് പഠിക്കണത്. അതിന് ഈ പെരിറ്റോൾ ഹീമോഡയാലിസ് ചെയ്യാൻ പറ്റാതെ ഇതൊന്നും വെക്കാൻ പറ്റാതെ പെരിറ്റോൾ ഡയാലിസിന് പള്ള കോട്ടാക്കിയിട്ട് ആ കുട്ടി ഇങ്ങനെ കിടണം. വേദനായിട്ട് വീജന്മാരൻ ആ കുട്ടി ഇങ്ങനെ ആർക്കണം. മണി 6:10 6:20 കറങ്ങി നേരം അങ്ങനെ ഉണ്ടാക്കി കയറിച്ചാണ്. ആ കുട്ടി ഇങ്ങനെ കിടന്ന് ഞാൻ അതിൻ്റെ തലയൊക്കെ ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ നോക്കി. കാരണം ഉഴിഞ്ഞെടുത്തപ്പോൾ ആ കുട്ടി ഇങ്ങനെ കണ്ണു നോക്കണ്ട്. 3 മാസമായ കുട്ടീനെ കൊണ്ടിട്ടാണ് ഈ ഉമ്മ കാത്തിക്കണേ. കാരണം ഈ കുട്ടീൻ്റെ കരച്ചിൽ 3 മാസമായ കുട്ടീനെ പെരയെ കിട്ടിട്ട് ഇവനോട് ഒറ്റക്ക് നോക്കാനില്ല. ഇവന് ഇവിടെ നിർത്തിയിട്ട് ഇതിനെ നോക്കാനും പറ്റില്ല. 2 ആളും ഇവിടെ നിൽക്കുക. ഈ 3 മാസമായ കുട്ടി കട്ടുമ്മൽ വീകാതെക്കാൻ 3 മാസം കഴിഞ്ഞിട്ടില്ല. ആ കുട്ടീനെ അവിടെ അപ്പുറത്തെ കട്ടുമ്മലും കിടത്തി ഇപ്പുറത്തെ കട്ടിൽ ആസ്പത്രിക്കാരെ സൗകര്യം ചെയ്ത് കൊടുത്ത് വരെയും കിടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടീൻ്റെ BP കൂടുന്നുണ്ട്. ഇത് ചെയ്തിട്ട് ഭയങ്കരമായ അസ്വസ്ഥതകൾ ആ കുട്ടി നിൽക്കുകയാണ്. വീട്ടിലേക്ക് പോയി വാടക വീട് ഒരു ശരി കുട്ടിയിലാണ്, ഒരു ശരി വൃത്തിയില്ലാത്തൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം ഇനി ഇവിടെ ലോഡ്ജ് എടുത്ത് താമസിക്കണം. ലോഡ്ജിൽ താമസിച്ചിട്ട് ഇത് ഇവിടുന്ന് ഒന്ന് ലെവലായിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. യാതൊരു നിർവാഹവുമില്ല. വല്ലതും കിട്ടിയെങ്കിലായി എന്നുള്ളതല്ലാതെ അധ്വാനിച്ചുകൊണ്ടിരാൻ നിവൃത്തിയില്ല. ഭാര്യനെ പേരെ നിർത്താൻ നിവൃത്തിയില്ല. ഭാര്യനെയും ഈ ചെറിയ കുട്ടീനെ നോക്കണം, ഈ കുട്ടീനെ നോക്കണം. വേറൊരു കുട്ടീനെ മരത്തോടെ കൊണ്ടാക്കി കൊടുത്തിട്ടാണ് പോയത്. തൊട്ടിപ്പുറത്തെ വീട്ടിൽ നമ്മൾ കുറച്ച് കാലമായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന ചികിത്സക്കൊക്കെ ഒത്താശയൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു പെണ്ണ്, അതിന് IGN നെഫ്രോപ്പതിയോ എന്താ പറഞ്ഞ ഒരു നമ്മളെ മറ്റാ ഇതാത്താക്ക, അതിൻ്റെ 2 കുട്ടിയൊക്കെ കിഡ്നിക്ക് അസുഖം. ഉമ്മാക്ക് ഇത് പാരമ്പര്യമായിട്ട് വരുന്ന ഒരു കിഡ്നിൻ്റെ ഒരു അസുഖം. 2 കുട്ടിയൊക്കെ 7ാം ക്ലാസ് പഠിച്ച ഒരു കുട്ടിക്ക് ബയോപ്സി ചെയ്തിട്ട് ബ്ലീഡിങ് വന്നിട്ട് യാതൊരു 100 ജില്ലാനാണ് അതിൻ്റെ 102 ഡിഗ്രിയിൽ നിൽക്കാതെ പനിച്ചുകൊണ്ടിരിക്കുകയാണ്. 7ാം ക്ലാസ് പഠിച്ച 7 വയസ്സായ മറ്റൊരു കുട്ടിക്ക് 4.10 ക്രിയാറ്റിനും പനി 102ലും ബ്ലീഡിങ്ങും വന്നിട്ട് വാടകപ്പേരെ പറക്കണ മറ്റൊരു കുട്ടി. 2 ആൾക്കും ഒരു 5,000 ഉറുപ്പ്യ അത് നല്ല പൈസ എടുത്തു. 10,000 ഉറുപ്പ്യ ഉണ്ടാക്കണം കൊടുത്തു. അവരിങ്ങനെ കണ്ണു പോക്കാണ്. 5,000 ഉറുപ്പ്യ കിട്ടിയപ്പോൾ നേരം വിളിക്കാൻ കാലത്ത് അതിപ്പോൾ എങ്ങനെ കൊടുക്കാൻ പറ്റും? എൻ്റെ പേരിൽ എൻ്റെ പൈസ 50 പൈസ അതിനകത്തില്ല. ആരൊക്കെ ഈ ഒരു സംവിധാനം നിലന്ന് ഒരു തന്നു, ഞാനത് കൊടുത്തു. പഠിച്ചോനെ വല്ലാത്തൊരു കിട്ടലാണ്. മരുന്ന് വാങ്ങാലോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ടെസ്റ്റുകൾ പറഞ്ഞ സമയം നിർത്തി അയച്ചുകൊണ്ടിരുന്ന 2 ആളും ഇവിടെയാണ്. അയച്ചുകൊണ്ടിരാൻ നിവൃത്തിയില്ല, ഭക്ഷണത്തിന് നിവൃത്തിയില്ല. ആ സമയത്താണ് നമ്മൾ ഇങ്ങനത്തെ ഹദീസുകളൊക്കെ ഓർക്കേണ്ടത്. നിങ്ങൾ വിശന്നവനെ ഊട്ടുക, രോഗിയെ സന്ദർശിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നിബിധങ്ങൾ പഠിപ്പിച്ചെന്നത് ഭൂമിയിൽ പ്രവർത്തിക്കാക്കാനാണ്. ഇത് വയലിൽ വരാനോ വയലിൽ കേൾക്കാനോ എന്നുള്ളതല്ല, പ്രവർത്തിക്കാനുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തെപ്പറ്റി വളരെ ഗൗരവത്തിൽ അല്ലാഹു തആല നമ്മോട് ചോദിക്കും. നമുക്കൊക്കെ മക്കളുണ്ട്, നമുക്കൊക്കെ കുട്ടികളുണ്ട്, നമുക്കൊക്കെ നേരത്തെ ഒരു മാഷും റഫീഖൊക്കെ സംസാരിച്ച വരി ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്തെന്ന് പഠിച്ചോന്ന് ചോദിക്കും. ഇത് നല്ലൊരു അവസരം.